ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അവിയൽ ആണ്. എൻ്റെ പേര് തങ്കം. എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണത്. അവിയലിന് എല്ലാ കഷ്ണങ്ങളും ചേരും. അപ്പോൾ ഞാനിവിടെ വെച്ചിരിക്കുന്നത് എല്ലാം ഒരു 100 ഗ്രാമൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. നമ്മുടെ വീട്ടിലെ എല്ലാ കറികളുടെയും വെജിറ്റബിളിൻ്റെയും കുറച്ച് ബാക്കി വരില്ല. അപ്പോൾ എല്ലാം എടുക്കാറില്ല. ഇതാ മത്തങ്ങ, മുരിങ്ങക്കായ, കായ, ക്യാരറ്റ്, പിന്നെ ഒരു കഷ്ണം കയ്പയ്ക്ക ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ പച്ചച്ചീര ഉണ്ടാവില്ല, അതിൻ്റെ തണ്ടാണ് അത്. ചേന, പച്ചമുളക്, പിന്നെ അരയ്ക്കാൻ പച്ചമുളക്, തേങ്ങ, കുറച്ച് ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തൈര്, ഉപ്പ്, കരിവേപ്പില, ഇത്രയും വേണ്ടു. വെളിച്ചെണ്ണയും വേണം, അല്ലാതെ അധികം സാധനമൊന്നും വേണ്ട. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുക നോക്കാം. ആദ്യം കഷ്ണങ്ങളെല്ലാം ഇടാം. എല്ലാ കഷ്ണങ്ങളും ഒരുമിച്ചിടാം. മുരിങ്ങക്കോലൊക്കെ ഒന്ന് പിളർന്ന് വെച്ചാൽ ഉണ്ടാവും. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി, പച്ചമുളക് ഇടണം. കാരണം പച്ചമുളക് നല്ല എരിവുള്ളതാണെങ്കിൽ മുളക് പൊടി കുറച്ചിട്ടാൽ മതി. കാരണം അല്ലാതെ എരിവ് ഇതാവില്ല. നല്ലോണം കുഞ്ഞ് സ്പൂണാണ്, പക്ഷെ ഒരു ടേബിൾ സ്പൂൺ ഇടണം. പിന്നെ ഉപ്പൊക്കെ ആവശ്യത്തിന്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കരിവേപ്പില ഒന്നിങ്ങനെ മുറിച്ചിടുക. പിന്നെ തൈര്, നമ്മളിതിൽ തീരെ വെള്ളം ചേർക്കണില്ല. തൈര് ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഇടാം. കാരണം തക്കാളി ഒന്നും ഇടില്ല കേട്ടോ ഞാനിതിൽ. അങ്ങനെ അതിട്ടിട്ട് ഇനി നല്ലോണം ഒന്ന് കൈ കൊണ്ട് എല്ലാം ഇട്ട് കഴിഞ്ഞില്ലേ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്യും. ഇത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ, കാരണം ഇത് എല്ലായിടത്തും ആവണം. നമ്മൾ സ്പൂണൊന്നും ഇട്ട് ഇളക്കിയാൽ ശരിയാവില്ല. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇതാ കണ്ടോ, എല്ലാം വളരെ നൈസായിട്ട് അരിയണം, എന്നാലും വേഗം വേവും ചെയ്യും. നല്ല ടേസ്റ്റാണ്. ഈ നല്ല വീതിയിൽ അരിഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇതാവില്ല. ഇനിയിപ്പോൾ നമുക്ക് ആവിയിൽ വെക്കാം. അതിൽ തൈര്, എല്ലാ കഷ്ണങ്ങളും ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് മുളക് പൊടി ഇട്ടു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കരിവേപ്പില കുറച്ച് ഇട്ടു, തൈര് ഇട്ടു, എല്ലാം കൂടി മിക്സ് ചെയ്തു. ഇത് നമുക്ക് ചെറിയ ആവിയിൽ വേവിക്കാം. ഇനി ഇതിലേക്ക് അരയ്ക്കാനുള്ള ഇതെടുക്കാം. ഇതിൽ അരയ്ക്കാനുള്ള സാധനങ്ങൾ: പച്ചമുളക്, ഒരു മുറി നല്ലോണം തേങ്ങ എടുക്കണം. അവിയലിൽ തേങ്ങ നല്ലോണം വേണം, അതാണ് പറയുക. പിന്നെ കുറച്ച് ജീരകം, ജീരകത്തിൻ്റെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇടാം. ഒരു 1/2 ടീസ്പൂണൊക്കെ ഇടാം. പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു കളറ് ഉണ്ടാവാൻ വേണ്ടി. ഇത്രയേ വേണ്ടു. ഇനി ഇത് അരച്ച് കൊണ്ടുവരാൻ ഞാൻ. അപ്പം നമ്മുടെ അവിയൽ എന്തായി നോക്കാട്ടോ. അത് തൈരിൻ്റെ അതൊക്കെ ഇതായി കണ്ടില്ലേ, കഷ്ണമൊക്കെ എല്ലാം ആ തൈരിൻ്റെ ആ വെള്ളം മാതിരിയുള്ളതൊക്കെ വറ്റി നല്ല ഇതായി. കൂടി നമുക്ക് ആവിയിൽ വേവിക്കാം. കൂടി ആവിയിരിക്കും. ഈ ആവിയലിനൊരു കഥയുണ്ട്. നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ്റെ പിറന്നാളായിരുന്നു. അപ്പോൾ തലേ ദിവസം ഗോപന്മാരും എല്ലാവരും വരുമല്ലോ, കൃഷ്ണൻ്റെ കൂട്ടുകാരെല്ലാവരും വന്നു. അപ്പോൾ പാചകക്കാരൻ പിറ്റേ ദിവസം വരുന്നവർക്കൊക്കെ വിളമ്പാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഓരോ കറികൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ കൃഷ്ണന് കറികളൊന്നുമില്ല, കാരണം പിറന്നാൾ കുട്ടിയല്ലേ.
അപ്പോൾ കൃഷ്ണന് വിഷമമായി. എല്ലാവരും വിളമ്പുമ്പോൾ ഞാനും വിളമ്പാതെ നിൽക്കുമ്പോൾ എനിക്ക് വിഷമം പറഞ്ഞ് കൃഷ്ണൻ എണ്ണപ്പുരയിൽ പോയി. അപ്പോൾ അവിടെ എല്ലാ കഷ്ണങ്ങളും തലേ ദിവസം കുക്ക് ചെയ്യാൻ വേണ്ടി മുറിച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ ചിരകിയതുണ്ട്, പച്ചമുളകുണ്ട്, കരിവേപ്പിലുണ്ട്, തൈരുണ്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും, സാമ്പാറിന്, കൂട്ടുകറിക്ക്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ കൃഷ്ണൻ ഒരു പാത്രം എടുത്തു. എന്നിട്ട് എല്ലാ കഷ്ണങ്ങളും അതിലേക്ക് വാരിയിട്ടു. ചേനയും കായയും പയറും അങ്ങനെ എല്ലാ വെജിറ്റബിൾ എല്ലാ കഷ്ണം അതിലിട്ടിട്ട് കൃഷ്ണൻ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടു, മുളക് പൊടി എടുത്തിട്ടു, ഉപ്പിട്ടു. അപ്പോൾ കുറച്ച് കരിവേപ്പില ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതും കുറച്ചെടുത്ത് വാരിയിട്ടു. അപ്പോഴാണ് കണ്ണന് ഇഷ്ടപ്പെട്ട തൈര് ഇരിക്കുന്നുണ്ട്, അതും കുറച്ച് ഒഴിച്ചു. എന്നിട്ട് എല്ലാം കൂടി കുഞ്ഞി കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കിയിട്ട് വെച്ചു. അപ്പോൾ തീ ഇങ്ങനെ ഓരോ പാചകത്തിന് വേണ്ടി അടുപ്പിൽ തീ കത്തി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ കണലിൽ കൊണ്ടുപോയി എല്ലാം കൊണ്ടുപോയി വെച്ചു. അപ്പോൾ ദേഹണ്ണക്കാരൻ നോക്കുമ്പോൾ ഈ വാവ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ണനെ കണ്ടപ്പോൾ ഇത് എന്താണെന്നിങ്ങനെ നോക്കിയിരുന്നു. ഒരു കൗതുകമായിട്ട് ഒരു കുഞ്ഞ് ചെയ്യുന്നത് കണ്ടപ്പോൾ നോക്കിയിരുന്നു. അങ്ങനെ അത് ആ ആവിയിലിരുന്നിട്ട് ഇങ്ങനെ വേവാണ്. അപ്പോഴാണ് കണ്ണൻ കുറേ തേങ്ങ ചൊരുകിയത് കണ്ടു, അത് അരയ്ക്കുന്ന അമ്മിക്കല്ല് കണ്ടു, പച്ചമുളക് കണ്ടു. അപ്പോൾ തേങ്ങ കുറച്ച് അമ്മിയിൽ വെച്ചു, കുറച്ച് മുളക് ഇട്ടു, കുറച്ച് ജീരകം ഇട്ടു. എന്നിട്ട് ആ അമ്മിക്കുഴ എടുത്ത് ഇങ്ങനെ ചതച്ചും കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും പാത്രം ചൂടായി വന്നില്ലേ, കണ്ണനെ എടുക്കാൻ പറ്റുന്നില്ല അടപ്പ്. അപ്പോൾ ആ പാചകക്കാരനോട് പറഞ്ഞു അടപ്പ് എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഈ തേങ്ങയൊക്കെ കുഞ്ഞി കൈ കൊണ്ട് വാരിയിട്ട് അതിൽ കൊണ്ടുപോയി ഇട്ടു. എന്നിട്ട് അദ്ദേഹത്തിനോട് ഇളക്കാൻ പറഞ്ഞു. ഇളക്കി കഴിഞ്ഞപ്പോൾ കുറേ വെളിച്ചെണ്ണയും കോരി ഒഴിച്ചു, കുറേ കരിവേപ്പിലയും കൂടി ഇട്ടു. എന്നിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു, തുറന്നിട്ട് അങ്ങനെ വെച്ചു. പിറ്റേ ദിവസം പിറന്നാളായി. പാചകക്കാരൻ എല്ലാ കറികളും ഉണ്ടാക്കി. കണ്ണൻ്റെ ഊണ് കഴിഞ്ഞു. കണ്ണനും ഈ കറി വിളമ്പി കൊടുത്തു ആൾക്കാർ. എന്നിട്ട് അത് കണ്ണൻ്റെ ഊണ് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ വിളമ്പാൻ എല്ലാ ഗോപന്മാരും എല്ലാവരും സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് വിളമ്പാൻ നിൽക്കുക. അപ്പം നമ്മളൊരു സദ്യക്ക് പോയി ഓരോരുത്തരും ഓരോ സാധനങ്ങൾ എടുത്ത് വിളമ്പില്ലേ. അപ്പോൾ കണ്ണനും കണ്ണൻ്റെ ഈ അവിയിലെടുത്തു, ഒരു പാത്രത്തിലെടുത്തിട്ട് അതും വിളമ്പി. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഇത് എന്ത് കറിയാ, ഇതെന്ത് കറിയാ, അത് ആരുണ്ടാക്കിയതാ, നല്ല സ്വാദുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അതെല്ലാവരും നല്ലോണം കഴിച്ചു. അപ്പോൾ ആ പാചകക്കാരൻ പറയാ, ഈ കുഞ്ഞുണ്ടാക്കിയ കറിയാണത്. അപ്പോൾ എന്താ അതിൻ്റെ പേര് എന്ന് വെച്ചപ്പോൾ കണ്ണൻ പറയാം, ഇത് ആവിയിൽ കിടന്നപ്പോൾ എന്താ കാരണം അവിയിൽ എന്നാണ് ഞാൻ പേരിട്ടത് പറഞ്ഞു. അത് എല്ലാ വെജിറ്റബിളും വാരിയിട്ട് കുറേ തേങ്ങയും എന്തൊക്കെയോ കണ്ണൻ കുറേ ചെയ്തു. തേങ്ങയും മുളകും ജീരകവും എല്ലാം കൂടി ആ കുഞ്ഞിക്കൈ കൊണ്ട് അമ്മിയിൽ വെച്ച് ചതച്ച് അതിലിട്ടു. അതാണ് നമ്മൾ അവിയിലിന് തേങ്ങ ചതച്ചിടുക എന്നാണ് പറയുക. കാരണം അരയാൻ പാടില്ല അധികം, മുളകും എല്ലാം കൂടി ഒന്ന് ചതച്ചിടുള്ളൂ. പക്ഷെ ദേഹത്തിന് വളരെ നല്ലതാണ്. എല്ലാ പച്ചക്കറിയുടെ അതും കിട്ടും, ഗുണവും കിട്ടും. അങ്ങനെയാണ് അവിയലിൻ്റെ ഒരു കഥ പറയുന്നത് കേട്ടിരിക്കുന്നത്. പിന്നെ നമുക്കിത് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി നോക്കട്ടെ ഒന്നും കൂടി. ഇനി നമുക്ക് ഈ തേങ്ങ നമ്മൾ തോരനിലൊക്കെ ചതക്കില്ലേ, അതേമാതിരി ഇങ്ങോട്ട് ചതച്ചെടുത്തതാണത്. നല്ലവണ്ണം അവിയലിൽ തേങ്ങ നല്ലവണ്ണം നട്ടാൽ അതിലിപ്പോൾ പച്ചമുളക്, ജീരകം, തേങ്ങ, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടു. തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ വേഗം തന്നെ തീ ഓഫ് ചെയ്യണം. കാരണം ആ തേങ്ങയുടെ പച്ച ആ സ്വാദ് പോകരുത്. അത് വെന്ത് കഴിഞ്ഞാൽ അതിലൊരു സ്വാദ് പോകും. അപ്പോൾ അങ്ങനെയാണ്. ഇനി കുറച്ച് കരിവേപ്പില ഇടാം. കുറച്ച് നല്ലോണം കരിവേപ്പില ഇടണം കേട്ടോ. കരിവേപ്പിലയുടെ തണ്ടൊക്കെ രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതാ കരിവേപ്പില ഇട്ടു, തേങ്ങ ചതച്ചതിട്ടു. നല്ലോണം ഇളക്കി യോജിപ്പിക്കും. ഇപ്പോൾ നല്ല വെയിലിൻ്റെ വാസനയൊക്കെ വരുന്നുണ്ട് കേട്ടോ, നല്ല മണം വരുന്നുണ്ട്. ഇതിൽ വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കണം. നമുക്കൊന്നും കൂടി ഇളക്കാം.
സദ്യയുടെ അവിയലിൻ്റെ ഒക്കെ വാസന വരുന്നുണ്ട്. ചില സ്ഥലത്ത് പോയിട്ട് നമ്മൾ അവിയൽ കൂട്ടിയ വെള്ളം പോലെ ഉണ്ടായിരിക്കും, ഒരു വലിയ വലിയ വീതിയായിട്ടുള്ള കഷ്ണവും ഒരു യോജിക്കാത്ത മാതിരി തോന്നും. പക്ഷെ അതിൽ നല്ലത് ഇങ്ങനെയാണ്, ചെറിയ നൈസ് കഷ്ണങ്ങളായി മുറിച്ചാൽ മതി. ഒരു വിരൽ നീളത്തിൽ, ഒരു ചൂണ്ടുവിരൽ നീളത്തിൽ നൈസ് കഷ്ണങ്ങളാക്കി മുറിച്ച്. ഞാനൊന്നും കൂടി പറയാം, ഇതപ്പോൾ കണ്ടില്ലേ, ഒരു 5-6 ആൾക്ക് കഴിക്കാനുള്ളത് ഉണ്ടായിരിക്കും. ഇത് ഒന്ന് സ്വാദ് നോക്കാം, ഇന്നിപ്പോൾ ഉണ്ടാക്കിയതല്ലേ. നന്നായിട്ടുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കിയ അവിയൽ. ഇത് എല്ലാ കഷ്ണങ്ങളും ചേരുന്നത്, കാരണം ഞാൻ കണ്ണൻ്റെ കഥ പറഞ്ഞു തന്നില്ലേ, അതേമാതിരി എല്ലാ കഷ്ണങ്ങളും, കായ, ചേന, പയറ്, നമ്മൾ ചീര വാങ്ങിയ അതിൻ്റെ മൂത്ത തണ്ടുണ്ടാവും, അത് പപ്പായ, അങ്ങനെ എല്ലാ കഷ്ണങ്ങളും ചേരുന്നതാണത്. ക്യാരറ്റ് എല്ലാം. എന്നിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, തൈര്, കരിവേപ്പില, കുറച്ച് മുളക് പൊടി, ഇതിൽ പച്ചമുളക് ഇടും, നമ്മൾ കീറിയിടും. എല്ലാം കൂടി കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് തൈര് ഒഴിച്ച് മിക്സ് ചെയ്ത് അത് ആവിയിൽ വേവിക്കുക. ചെറിയ തീയിൽ വേവിച്ചാൽ മതി. ശരിക്കും നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ഇലയുടെ കഷ്ണം കൊണ്ട് മൂടിയിടും, അപ്പോൾ ആ ഇലയുടെ ഒരു ഫ്ലേവറും കൂടി ഈ അവിയലിലേക്ക് കിട്ടും. പിന്നെ നാളികേരം, ജീരകം, പച്ചമുളക്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടും. അത് ഒന്ന് ചതയ്ക്കാനേ പാടുള്ളൂ, തോരനിലൊക്കെ അരയ്ക്കണം ഇതാക്കണ പോലെ ചതച്ചിട്ട് ഇത് വെന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ ഇടുക, കുറച്ച് കരിവേപ്പില ഇടുക, വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ഇളക്കി എടുക്കുക. അതാണ് ഇന്നുണ്ടാക്കിയ അവിയൽ. ഇതിൻ്റെ മുമ്പ് ഒരു കാളൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓണല്ലേ വരുന്നത്, അപ്പോൾ ഓരോന്ന് ട്രൈ ചെയ്യാമെന്ന് നോക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയുക.